പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഒക്ടോബർ 24, 2025. ഇന്ന് പരിശുദ്ധ ജപമാല ചൊല്ലുന്ന എല്ലാവരോടും ലളിതമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പറയുകയാണ്. ഒന്ന്, മറിയത്തിൻ്റെ നിശബ്ദതയാണ്. അപാര നിശബ്ദത സൂക്ഷിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ്. ഈ നിശബ്ദതയുടെ ചില അടയാളങ്ങൾ ഞാൻ വിശുദ്ധ ബൈബിളിൽ കാണിച്ചു തരാം. ഒന്ന്, നിൻ്റെ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയറും. ഒരു ഉത്തരവുമില്ല. ഒരിക്കൽ മാത്രമേ മറിയം ഉത്തരം കൊടുക്കുന്നുള്ളൂ. ഞാൻ പുരുഷനെ അറിയുന്നില്ല, അത് മാത്രമേ ഉള്ളൂ മറിയം സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ബാക്കി ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുന്നത് മറ്റൊരു കാര്യം. ബാക്കി എവിടെയും നിശബ്ദത പാലിക്കുന്ന ഒരു മറിയത്തെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് വേണമെങ്കിൽ പ്രവാചകനോട് ചോദിക്കാം, ക്ഷമയോട് ചോദിക്കാം, എൻ്റെ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയറി, എന്താണ് അങ്ങനെ കാര്യം ചോദിച്ചില്ല. അടുത്തത്, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ ഈശോയെ സന്ദർശിക്കുന്ന രാജാക്കന്മാരുണ്ട്. അവർ വന്ന് മുട്ടുകുത്തി ബാലനായ ഈശോയ്ക്ക് പൊന്ന്, മീറ, കുന്തിരിക്കം ഇവ കാഴ്ചവെച്ച് അവർ വന്നിച്ചു പോകും. അപ്പോഴും രാജാക്കന്മാരുടെ പേര് ചോദിക്കുകയോ രാജാക്കന്മാരോട് സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ശിശു ഏതോ വലിയൊരാളാണല്ലേ, രാജാക്കന്മാർ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത്, 3-ാമത്തെ കാര്യം, ഈശോയുടെ വളർത്തുപിതാവ് ജോസഫിനോട് പറഞ്ഞു, മറിയത്തെയും ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകുക, ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഇവിടെ രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. ഒന്ന്, ഒരു കൂട്ടം രാജാക്കന്മാർ വന്ന് ഈശോയെ നമിക്കുന്നു, മറ്റൊരു രാജാവ് ഈശോയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മനസ്സിലെന്താ? തന്നേക്കാൾ മുകളിൽ ആരും വരാൻ പാടില്ല. മറ്റ് 3 രാജാക്കന്മാരുടെ പ്രത്യേകത എന്താ? അവർ തന്നേക്കാൾ വലിയവനോ തന്നേക്കാൾ എളിയവനോ എന്ന് ചിന്തിച്ചില്ല. തങ്ങളാരാണെന്നുള്ള ഉൾബോധ്യം അവർക്കുണ്ടായിരുന്നു. ദൈവം തന്ന സിംഹാസനം ഞങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കത്തില്ല എന്ന വിശ്വാസം ആ 3 രാജാക്കന്മാർക്കുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ മറിയം ചോദിക്കുന്നില്ല, അത്യുന്നതൻ്റെ ശക്തിയല്ലേ ഞാൻ വഹിക്കുന്നത്, അവൻ കാത്തുകൊള്ളൂലേ, അപ്പോൾ എന്നെ എന്തിനാണ് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നത്? ഈ ശിശുവിന് ജന്മം കൊടുത്ത് അധിക ദിവസങ്ങളാവുന്നതിന് മുമ്പ് എന്ന് വേണമെങ്കിൽ മറുത്ത് ചോദിക്കാമായിരുന്നു. എന്നാൽ ചോദിച്ചില്ല. അതാണ് ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. തിരിച്ച് മറുത്ത് ചോദിക്കാതെ നമ്മളും ചിലപ്പോൾ ചോദിക്കും, ദൈവം എന്നെ തിരഞ്ഞെടുത്ത് വിട്ടതല്ലേ, പിന്നെ എന്തിനാണ് എനിക്കിത്ര പരീക്ഷണം? അത് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വരുന്ന പരീക്ഷണങ്ങൾ ദൈവത്തെ കുറ്റപ്പെടുത്തുകയല്ല, സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു തലത്തിലോ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ചിന്തിക്കുക. ഇനി ഈജിപ്തിൽ നിന്ന് ഇസ്രയേലിലേക്ക് സന്താനത്തെ തിരികെ വിളിക്കുന്നുണ്ട്. അവിടെയും പറഞ്ഞു, നീ ശിശുവിനെയും എടുത്തുകൊണ്ട് തിരിച്ചു പൊക്കോളുക, മാതാവിനെയും കൂട്ടി നിൻ്റെ മറിയത്തെയും ഈശോയും കൂട്ടി തിരിച്ച് ഇസ്രയേലിലേക്ക് തിരിച്ചു വരിക. അവിടെയും മറിയം ഒന്നും ചോദിക്കുന്നില്ല. ഈ ചോദ്യമില്ലായ്മ മറിയത്തിന് ഭയങ്കര ഉത്തരവാണ്. അപ്പം ഞാൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ. ഈ കാര്യങ്ങളിലൊക്കെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളോട് പരിശുദ്ധ കന്യകമറിയം പറയുന്നത് ഇതാണ്: ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരമില്ലായ്മ വരും, ചില കാര്യങ്ങൾക്ക് തിരിച്ച് ചോദ്യമില്ല. കാരണം ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരം അറിയുക എന്നുള്ളതാണ്. പക്ഷേ ഉത്തരം മുൻപേ അറിയാവുന്നവന് ഉത്തരം തേടിപ്പോകേണ്ട കാര്യമില്ല. വഴി നന്നായിട്ട് അറിയാവുന്നവന് വഴി ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് പരിശുദ്ധ ദൈവമാതാവിൽ നമ്മൾ കാണുന്ന പ്രത്യേകത. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിശബ്ദത അജ്ഞത കൊണ്ടല്ല, പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിശബ്ദത ആഴമായ വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നാണ്. ഈ ഒരു വിശ്വാസത്തിൻ്റെ ചൈതന്യം ഇനിയും ഞാൻ ഈ പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച്, ജപമാലയെക്കുറിച്ച് ഈ മാസം 3-4 ദിവസങ്ങൾക്കൂടെ അല്ല 6 ദിവസങ്ങളിലൂടെ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഓർക്കുക, നമുക്ക് ഈ ജപമാല രഹസ്യങ്ങൾ, 4 പരിശുദ്ധ രഹസ്യങ്ങൾ ചൊല്ലിയതിന് ശേഷം ഒരിക്കലെങ്കിലും പ്രതിബന്ധങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ നമുക്ക് ദൈവം നൽകുന്ന അപാരമായ സമാധാനത്തിൻ്റെ നിശബ്ദത ലഭിച്ചു എന്നർത്ഥം. മറിയത്തിൻ്റെ പ്രതിബന്ധങ്ങളില്ല. ആദ്യം സന്തോഷമാണ്. രാജാക്കന്മാർ കാണുന്നു, ആട്ടിടയന്മാരെത്തുന്നു, നക്ഷത്രത്തെ കാണുന്നു, ഇത് സന്തോഷമാണ്. ആ സന്തോഷത്തിൽ മറിയം മറ്റുള്ളവരെക്കാൾ മുകളിലേക്ക് ഉയരാനൊന്നും ആഗ്രഹിച്ചില്ല. പിന്നീട് വരുന്നത് പലായനമാണ്. ഒരു പരാജയത്തിൻ്റെ ഓട്ടം പോലെ വേണമെങ്കിൽ പറയാം.
ഒരു പരാജയം. ജോസഫിനോട് ചോദിക്കാം, നിൻ്റെ മേൽ വന്ന അത്യുന്നത ശക്തിയില്ലേ, എന്തിനടുത്തോണ്ട് ഓടുന്നത് എന്ന് വേണമെങ്കിൽ ജോസഫിന് ചോദിക്കാം. ചോദിക്കുന്നില്ല. ജോസഫും വളരെ വിനീതനായ ഒരു മരപ്പണിക്കാരൻ, അതേസമയം തന്നെ അനുസരണ കയ്യിലേന്തിയ മരപ്പണിക്കാരനാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ജോമാലയിൽ ചില ദിവസം നിങ്ങളെ ഈജിപ്തിലേക്കോ ചില ദിവസം തിരിച്ച് ഇസ്രയേലിലേക്കോ ദൈവം തിരിച്ചെടുക്കും. ആ തിരിച്ചെടുക്കുന്ന വഴികളിൽ ഞാൻ ഇന്നലെ കണ്ടതിലെ ഒരു മനോഹരമായൊരു വാക്ക്, കഴിഞ്ഞ ദിവസം റമ്പാൻ പട്ടം കിട്ടിയ മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു യുവ പുരോഹിതൻ, അദ്ദേഹം യുഹാനോ എന്ന പേരാണ് തോന്നുന്നു റമ്പാൻ പട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. നല്ല പേരാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെയൊക്കെ വാങ്ങിച്ച് ശീലിച്ചിട്ടുള്ളൂ, എനിക്ക് കിട്ടിയതാണ് കൂടുതൽ, കൊടുത്തതല്ല. നല്ല വാക്കാണ്, നല്ല വാക്ക്. ആ വാക്ക് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് നന്ദി, അതായത് റമ്പാൻ പട്ടം സ്വീകരിച്ചിട്ട് നന്ദി പറയുന്ന വാക്കാണ്. എനിക്ക് കിട്ടിയതാണ് കൂടുതൽ ഞാൻ കൊടുത്തതിനേക്കാൾ. നമുക്കും അങ്ങനെ തന്നെയാണ് അല്ലേ, കിട്ടിയതല്ലേ കൂടുതൽ കൊടുത്തതിനേക്കാൾ. അപ്പം നന്മയുടെ നല്ല ദിവസം പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒത്തിരി നന്മകൾ പ്രാർത്ഥനാപൂർവ്വം ലഭിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നന്മയുടെ നിർത്തുന്നു ജോൺസൺ കരൂർ.